ഇവരെന്തോ കാര്യമായിട്ട് വായിക്കുവാണല്ലോ. ഒന്നും പറയണ്ടത്. പരീക്ഷ നടക്കുന്നു, അതിനിടയ്ക്ക് അമ്മ ത്രേസ്യയുടെ നൊവേനയുണ്ട്. അതിന് റിഫ്ലക്ഷൻ ഒരു പോയിന്റ് കിട്ടുമെന്ന് നോക്കുമായിരുന്നു. പോയിന്റ് ഒരുങ്ങുമായിരുന്നു. ഞാനൊരു പോയിന്റ് നോക്കി കിടക്കുമായിരുന്നു. വേറെ ഉണ്ണീഷ് അമ്മ ദിവസം മടത്തേക്ക് കയറി ഈ കഥ അറിയോ? ഓ, ഇത് സിമ്പിൾ അല്ലേ. ഒരു ദിവസം അമ്മ ത്രേസ്യ മുകളിലത്തെ നിലയിലേക്ക് പോവാനായിട്ട് താഴെ സ്റ്റെയറിന്റെ അവിടെ വന്ന് നിൽക്കുക. അപ്പോഴാ അവിടെ ഒരു കുഞ്ഞ കൊച്ചു നിൽക്കുന്നു. ഉടനെ അമ്മ ത്രേസ്യ കൊച്ചിനോട് ചോദിച്ചു, കൊച്ചെ നീ ആരാന്ന്? അതിന് മറുപടി ആയിട്ട് കൊച്ചെ അമ്മ ത്രേസ്യയോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്, നീ ആരാന്ന്? അമ്മ ത്രേസ്യ അങ്ങ് ദേഷ്യം വന്നു. എന്നിട്ട് അമ്മ ത്രേസ്യ പറഞ്ഞു, ഞാന് ഈശോയുടെ ത്രേസ്യാണ്. ഉടനെ കൊച്ചു പറയാ, ഞാൻ ത്രേസ്യയുടെ ഈശോ ആണ്. ഇത് പറഞ്ഞ ഉടനെ കൊച്ചിനെ കാണാതെയായി. ഈ സംഭവം അങ്ങനെ ആയിരുന്നല്ലേ? എടാ ബിജോ, ഈ കഥ പറഞ്ഞപ്പോ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈശോ നമ്മളെ പറ്റി ഇങ്ങനെയൊക്കെ പറയോ? ഈശോ എന്നെങ്കിലും ഞാന് എബിന്റെ ഈശോ എന്നും ബിജോയുടെ ഈശോ എന്നും പറയോ? അതിനൊന്നും ഒരു സാധ്യതയില്ല എന്റെ ബ്രദറെ. നമുക്ക് ട്രൈ ചെയ്യാലേ ബിജോ? നമുക്ക് ചെയ്യാല്ലേ?